ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് നല്ല ചക്കപ്പഴം കൊണ്ട് ഒരു നല്ല നാടൻ ഇലയട ഉണ്ടാക്കാൻ പോവാണ്. അപ്പം അത് ഇലയട സാധാരണ എല്ലാവരും ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഈ രീതിയിൽ കുറച്ച് വെറൈറ്റി ആയിട്ടൊന്ന് ഉണ്ടാക്കി നോക്കിയപ്പം നല്ല ടേസ്റ്റായിരുന്നു. വീട്ടിലുള്ള കൊച്ചു കുട്ടികൾക്കൊക്കെ അത് കഴിക്കാൻ പറ്റുന്ന പരുവത്തിൽ അവരത് സൗകര്യപ്രദമായിട്ട് കഴിക്കുന്നത് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിനായിട്ട് നന്നായിട്ട് പഴുത്ത വരിക്ക ചക്കച്ചുള ഒരു 14-15 ചുള ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അരക്കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. ഒരു അരക്കപ്പ് തേങ്ങയുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് തേങ്ങ പ്രത്യേകം എടുത്തിട്ടുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ അല്പം കട്ടി തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയാണ്. അതൊരു ഓപ്ഷണലാണ്, നിങ്ങൾക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ചെറുതായിട്ടൊരു സ്വാദൊന്ന് കൂടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. പിന്നെ 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വാഴയില എടുത്തിട്ടുണ്ട്. അത് മടക്കാൻ വേണ്ടിയ വാഴയില. ഈ വാഴയില നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതാണെങ്കിൽ തിളിരിലയായിരിക്കും. അതിനകത്ത് നമ്മൾ അങ്ങനെ മടക്കി വെച്ച് വേവിച്ചെടുത്താൽ മതി. ഇത് എനിക്ക് വീട്ടിലുള്ള ഇലയാണ്, അതുകൊണ്ടൊരല്പം കട്ടിയാണ്. അപ്പം ഞാനത് അടുപ്പിൽ വെച്ച് ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോഴേ അതിനകത്തുള്ള ആ മാവ് നന്നായിട്ട് വേവുള്ളൂ. അതുകൊണ്ടാണ്. ഇപ്പോൾ ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഒരു 2-2.5 സ്പൂൺ നെയ്യ് ഇവിടെ ഞാൻ എടുത്തിട്ടുണ്ട്. 2-2.5 സ്പൂൺ നെയ്യ് വരും. അത് ആ പാനിലോട്ട് ഒഴിക്കുക. അതൊന്ന് ചൂടാവട്ടെ. ഇപ്പോൾ നമ്മൾ ആദ്യം എടുത്ത ചക്കയില്ലേ, ആ ചക്ക ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ എണ്ണയിൽ വതക്കുമ്പോഴത്തേക്ക് മുഴുവനെ കിടന്നാൽ അത് ശരിയായിട്ട് കുക്കായി വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ആ എണ്ണ ചൂടായിട്ടുണ്ട്, ആ നെയ്യ് ചൂടായിട്ടുണ്ട്. നെയ്യ് ചൂടായതിന് ശേഷം ഈ അരിഞ്ഞു വെച്ച ചക്ക കുറേശ്ശെ അങ്ങോട്ടിട്ട് വെക്കും. ആ നെയ്യിലോട്ട് ഇട്ട് കൊടുക്കുക. ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ നെയ്യ് ഒഴിക്കാം. പിന്നെ നെയ്യൊക്കെ കൊളസ്ട്രോളൊക്കെ അല്ലേ, അതുകൊണ്ട് ഒരുപാട് അങ്ങനെ ഒഴിക്കണമെന്നില്ല. അപ്പം ഇതിൽ കൊണ്ട് നമുക്ക് മീഡിയം തീയിൽ വെച്ചിട്ട് ചെറുതായിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇത്രയും നെയ്യ് മതിയാവും. പോരെന്നുണ്ടെങ്കിൽ ഒഴിക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് വെന്ത് വരട്ടെ ചക്ക. ഇതൊന്ന് ലൈറ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് പഴുത്ത ചക്കയാണ് കേട്ടോ. നല്ല നമുക്ക് നല്ല തേങ്ങ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചക്കയാണെങ്കിൽ അത് വതങ്ങാൻ കുറച്ചുകൂടെ ലേറ്റ് ആവും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന ആ ശർക്കര അത് കിട്ടും. അത് നന്നായിട്ടൊന്ന് വതങ്ങി വന്നിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. തീ വളരെ മീഡിയത്തിൽ വെക്കാവുള്ളൂ. ഒരുപാട് കുറച്ചും ആവരുത്, കൂടിയും പോകരുത്. വളരെ മീഡിയത്തിൽ വെച്ച് ഇളക്കിയെടുക്കണം. ഇതിപ്പം ഇതിനൊരു 1/2 സ്പൂൺ നെയ്യും കൂടെ ആവശ്യം വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാനൊരു 1/2 സ്പൂൺ നെയ്യും കൂടെ ഒഴിക്കാൻ പോവാണേ. ഈ ഫില്ലിങ് കുറച്ച് നമുക്ക് ബാക്കി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫില്ലിങ് എടുത്ത് മാറ്റി ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് അതിന് ശേഷം വേറെ എന്തെങ്കിലും ഇതായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അതൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവി കൊണ്ട് പെട്ടെന്നൊന്ന് കുക്കായി കിട്ടും. അതുകൊണ്ടാണ്. ഇതിപ്പം നമ്മുടെ നല്ല കറക്റ്റ് പാകത്തിനായി വന്നിട്ടുണ്ട്. ആ തേങ്ങയും ശർക്കരയും ചക്കയും കൂടെ നല്ല ഇടയ്ക്കിടയ്ക്ക് ഞാനിതൊന്ന് സ്മാഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇറക്കി വെച്ചതിന് ശേഷം ഞാനിപ്പോൾ ഇത് അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചതിന് ശേഷം ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കണം. അത് പിന്നെ ചെറിയ ചക്ക തുണ്ടുകൾ അതിൽ കിടക്കുകയും വേണം. അപ്പോഴേ ആ കടി കിട്ടുള്ളൂ നമുക്ക്. ഇത് ചെറുതായിട്ടിങ്ങനെ നന്നായിട്ട് സ്മാഷ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ആ അരിമാവ് ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അരിമാവും ഒരു ചെറിയ പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഫില്ലിങ് ഒന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം ഈ ഫില്ലിങ് ഇതെടുത്ത് ഈ അരിമാവിലോട്ടിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളിത് രണ്ടും കൂടെ ചേർത്ത് കുഴച്ചെടുക്കണം. ഇത് ചൂടായതുകൊണ്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇത് സ്പൂണൊന്നും വെച്ച് കുഴച്ചെടുത്താൽ ശരിയാവില്ല. കൈ വെച്ച് തന്നെ കുഴച്ചെടുക്കണം. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട്.
ഇപ്പോൾ ആ ശർക്കരയും തേങ്ങയും ചക്കയും കൂടെ വരട്ടിയത് നമ്മുടെ ഈ അരിമാവിലോട്ട് ഇട്ടു. അരിമാവിലോട്ടിട്ടിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. വളരെ നന്നായിട്ട് എല്ലാമായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഈ ഒരിളം ചൂടുണ്ട് ഇപ്പോഴും. എനിക്ക് കൈ അങ്ങോട്ട് ഇടാൻ വയ്യ അകത്തോട്ട്. ഈ ചൂട് മൊത്തം പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് ഞാനിപ്പോൾ കൈ കൊണ്ട് നന്നായിട്ടിത് മിക്സ് ചെയ്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഈ മാവും ശർക്കരയും തേങ്ങയും ചക്കയും എല്ലാം കൂടെ നമ്മൾ വരട്ടിയെടുത്തതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇല ഇവിടെ വാട്ടിയെടുത്ത് വന്നിട്ടുണ്ടായിരുന്നു നേരത്തെ. വാഴയില നന്നായിട്ട് വാട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി കുറച്ച് മാവുകളെടുത്ത് ഇത്രയും വലിയൊരു ഉരുളയാക്കി ഈ ഇലയിലോട്ട് വയ്ക്കുക. ഇലകളിലോട്ട് വെച്ചിട്ട് ആ ഇലയെ ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്ത് ഇനി ഇവിടെയും അവിടെയും ഫോൾഡ് ചെയ്തിട്ട് മടക്കി വയ്ക്കുക. ഞാനത് കാണിക്കാം. ഇപ്പോൾ ഞാനിതെല്ലാം ഇതുപോലെ മടക്കി എടുത്ത് വന്നിട്ടുണ്ട്. എനിക്ക് ഒരു കൈ ക്യാമറ വെച്ചിട്ട് അടുത്ത കൈ കൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് കാണിക്കാതിരുന്നത്. 2 സൈഡും മടക്കിയിട്ട് അടുത്ത സൈഡും മടക്കി ഇങ്ങനെ ഫോൾഡ് ചെയ്ത് എടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇഡ്ഡലി കുക്കറിൻ്റെ തട്ടിലാണ് വെച്ച് ആവി കയറ്റി എടുക്കേണ്ടത്. ഇഡ്ഡലി കുക്കർ അടുപ്പി വെച്ചിട്ടുണ്ട്, അത് ചൂടായി. നമുക്ക് ഓരോന്നായിട്ട് ഇനി എടുത്ത് ഇതിനകത്തോട്ട് വയ്ക്കാം. ഇല നമ്മൾ വാട്ടിയത് കൊണ്ട് നടുക്കത് തിരിച്ചു വെക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇല വാട്ടിയില്ലായിരുന്നെങ്കിൽ നമ്മൾ ഒരു പകുതി വേവാകുമ്പോൾ അടുപ്പ് ഓഫ് ചെയ്തിട്ട് അല്പം തണുത്തതിന് ശേഷം അത് തിരിച്ചിട്ട് വേവിക്കേണ്ടി വന്നേനെ. ഇപ്പം നമ്മൾ ഇല വാട്ടിയത് കൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. ഇനി ഇതെല്ലാം പറക്കി വെച്ച് ഇനി അതവിടെ ഇരുന്ന് വേകട്ടെ. ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് മതി കേട്ടോ. 15 മിനിറ്റ് കൊണ്ട് അത് കുക്കായി കറക്റ്റായി വെന്തിരിക്കും. നമ്മുടെ സ്വാദിഷ്ടമായ നാടൻ ഇലയട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചക്കപ്പഴം വെച്ചിട്ടുള്ള ഇലയട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് പൊളിച്ച് ചൂടാറുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഹാവ് എ ഗുഡ് ഡേ. ബൈ.